കേരള തീരത്ത് അപകടത്തിൽപ്പെട്ട MSC എൽസ 3 കപ്പലിനെതിരെ പോലീസ് കേസെടുത്തു. കപ്പലിന്റെ ഉടമയാണ് ഒന്നാം പ്രതി. ഷിപ്പ് മാസ്റ്റർ, ഷിപ്പ് ക്രൂ എന്നിവരെയും പ്രതി ചേർത്തു. ഫോർട്ട് കൊച്ചി പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. വിവരങ്ങളുമായി ആനന്ദകൃഷ്ണനുണ്ട്. അനന്തൻ, എങ്ങനെയാണ് കേസിന്റെ നടപടികൾ? എത്രത്തോളം സാധ്യതകൾ ഈ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോഴുണ്ട്? മറ്റ് പ്രതികരണങ്ങൾ എന്താണ് ഇതിനോടനുബന്ധിച്ച് സംസ്ഥാന സർക്കാരിന്റെയും ഒക്കെ? ദിവിഷ്, കഴിഞ്ഞ മാസം 24-ാം തീയതി കൊച്ചി തീരത്ത് കപ്പലപകടമുണ്ടായ സംഭവത്തിലാണ് ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വിഴിഞ്ഞത്ത് നിന്ന് കൊച്ചിയിലേക്ക് പോയ MSC എൽസ 3 എന്ന കപ്പലാണെന്ന് അപകടത്തിൽപ്പെട്ടത്. അതിൽ നിന്ന് പുറത്തേക്ക് കടലിലേക്ക് വീണ കണ്ടെയ്നറുകൾ, വലിയ അപകടകരമായ രാസമാലിന്യങ്ങൾ അടക്കം കേരള തീരത്ത് കഴിഞ്ഞ ഒരു മാസമായി അടിയുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. ഈ സംഭവങ്ങളിലാണ് ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 1:15 ഇമെയിൽ മുഖാന്തരം C. ഷാംജി എന്ന മത്സ്യത്തൊഴിലാളിയുടെ ഭാഗത്ത് നിന്ന്, CPM നേതാവ് കൂടിയാണ് ആ വ്യക്തി, അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ച ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് 1:45 FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ FIR-ൽ BNS 282, 285, 286, 287, 288 3 സബ് ഗ്രൂപ്പ് 5 സെക്ഷനുകളാണ് ഇതിന് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ കേസിൽ ചുമത്തിയിട്ടുള്ളത്, കുറ്റങ്ങളായി ചുമത്തിയിട്ടുള്ളത്. ഇതിൽ ഒന്നാം പ്രതി സ്ഥാനത്ത് MSC കമ്പനിയുടെ ഉടമയാണ്. രണ്ടാം പ്രതിയായി ചേർത്തിരിക്കുന്നത് MSC 3 എൽസ കപ്പലിന്റെ കപ്പിത്താനാണ്. മൂന്നാം പ്രതിയായി ഈ കപ്പലിലെ ക്രൂ മെമ്പേഴ്സും മറ്റ് ജീവനക്കാരുമാണ്. ഈ FIR-ൽ വിശദമാക്കുന്നത് പൂർണ്ണമായും കപ്പൽ ജീവനക്കാരുടെ ഉദാസീനത മൂലം ഉണ്ടായ അപകടം എന്നാണ്. ഉദാസീനമായി കപ്പൽ ഓടിച്ചതിനും സ്ഫോടക വസ്തുക്കളും തീപിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കളും ഈ കണ്ടെയ്നറുകൾ ഉണ്ട് എന്ന ബോധ്യത്തോടെ കപ്പൽ അപകടകരമായി ഓടിച്ചു, അത് അപകടത്തിൽപ്പെടുത്തി എന്നുള്ള വിമർശനവും ഈ FIR-ൽ ഉണ്ട്. അതിനൊപ്പം തന്നെ ഈ കപ്പൽ അപകടത്തെ തുടർന്ന് വലിയ പാരിസ്ഥിതിക ആഘാതം കേരള തീരത്ത് ഉണ്ടായി എന്ന് FIR-ൽ വ്യക്തമാക്കുന്നുണ്ട്. അതിനൊപ്പം മത്സ്യബന്ധന മേഖലയിൽ ലക്ഷങ്ങളുടെ നഷ്ടം ഉണ്ടാക്കി അപകടം എന്നുള്ളതും ഈ FIR-ൽ വിശദമാക്കുന്നുണ്ട്. തന്നെയാണ് നമ്മുടെ മത്സ്യബന്ധന മേഖലയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചത്. അതൊരു വാസ്തവമാണ്. ഇതിൽ ഈ പറഞ്ഞ പോലെ ഈ അന്താരാഷ്ട്ര തലത്തിലുള്ള നിയമങ്ങളൊക്കെയാണ് ഈ പറഞ്ഞ കപ്പൽ അപകടങ്ങളിൽ ബാധകമാകുന്നത്. അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തൊക്കെ ഇപ്പോൾ കേരളം ഒരു നടപടിയിലേക്ക് നീക്കുന്നു. അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തൊക്കെ ഇതിൽ ഏത് രീതിയിലായിരിക്കും ഒരു നടപടി ഇനി ഉണ്ടാകുക? സന്ധ്യ, നമുക്കറിയാം ഈ കപ്പലപകടം ഉണ്ടായതിനു ശേഷം മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിന്നടക്കം, പ്രതിപക്ഷത്ത് നിന്നടക്കം ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ സംസ്ഥാനം ആരംഭിക്കണമെന്നുള്ള ഒരു ആവശ്യം ഉയർന്നിരുന്നു. എന്നാൽ ഇതിൽ കേസെടുക്കുകയോ മറ്റ് നടപടികളിലേക്ക് പോകുകയോ വേണ്ട എന്നുള്ള നിലപാടാണ് സംസ്ഥാന സർക്കാർ എടുത്തത്. അക്കാര്യം മന്ത്രി തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ ഇതിൽ വലിയ വിമർശനം ഉയർന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോൾ കേസെടുത്തിരിക്കുന്നത്. മാത്രമല്ല ഈ FIR-ൽ വ്യക്തമാക്കുന്നുണ്ട്, ഈ കേസെടുത്ത ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് 70 കിലോമീറ്റർ അകലെ അറബിക്കടലിലാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ജൂറിസ്ഡിക്ഷൻ കേരള പോലീസിന്റെ പരിധിയിൽ വരും എന്ന നിയമോപദേശം കൂടി തേടിയിട്ടുണ്ടാകാം ഈ കേസെടുക്കുന്നതിന് മുൻപ് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് സങ്കീർണമായ നിയമ നടപടികളാണ് അവശേഷിക്കുന്നത്. അതിൽ ഈ കപ്പലിലുണ്ടായിരുന്ന കപ്പിത്താൻ അടക്കമുള്ള ജീവനക്കാർ വിദേശികളാണ്. അപ്പോൾ അവരുടെ മൊഴി ഇതിൽ നിർബന്ധമാണ്. കാരണം ഈ അപകടം ഉണ്ടായതിന്റെ സമയത്ത് ഈ കപ്പലിൽ ഇവർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അവരുടെ നിർദ്ദേശപ്രകാരമാണ് കോസ്റ്റ് ഗാർഡ് രക്ഷാപ്രവർത്തനത്തിന് എത്തുകയും ചെയ്തത്. അപ്പോൾ അവരുടെ മൊഴി, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്, എന്ത് കാരണത്താലാണ് അപകടം ഉണ്ടായത് എന്നൊക്കെയുള്ളത് അവരുടെ മൊഴിയിൽ നിന്നാണ് അറിയേണ്ടത്. അപ്പോൾ അതെങ്ങനെ ഇനി ശേഖരിക്കാൻ കഴിയും എന്നതടക്കം ഇനിയുള്ള നിയമ നടപടികളിലുള്ള കൗതുകമാണ്. പക്ഷേ ഒരു കാര്യം ഇതിൽ ഗുണകരമായി ഉള്ളത്, ഈ അപകടം ഉണ്ടായതിനു ശേഷം വലിയ ആഘാതങ്ങൾ നമ്മുടെ തീരത്ത് ഉണ്ടായിട്ടുണ്ട്. അത് എപ്പോൾ അവസാനിക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വിദഗ്ധർക്ക് ഒരു ഉത്തരമില്ല. അങ്ങനെ വരുമ്പോൾ അതിന്റെ കോമ്പൻസേഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ ഈ കപ്പൽ കമ്പനിയെ കൂടി ബന്ധിപ്പിക്കാവുന്ന ഒരു നിയമ നടപടിയാണ് ഫോർട്ട് കോസ്റ്റൽ പോലീസ് ഇപ്പോൾ പരാതി വന്നപ്പോഴാണ് കേസെടുത്തിരിക്കുന്നത്. അല്ലാതെ തന്നെ ഇപ്പോൾ നിയമപരമായ ഉപദേശങ്ങളൊക്കെ കിട്ടിയ ശേഷമാണ് ഇടാവിടിയിൽ നിന്ന് എടുക്കേണ്ട കാര്യങ്ങളുമല്ല. പക്ഷേ സാധാരണ നിലയിൽ കോസ്റ്റൽ പോലീസിന് സ്വയമേവ എടുക്കേണ്ട ഒരു നടപടി കൂടി ആയിരുന്നില്ലേ ഇത്? ഒരു പരാതി ഇല്ലെങ്കിൽ പോലും ഈ ഒരു ഇൻസിഡന്റിന്റെ ഭാഗമായി അത്തരം നടപടികൾ നമ്മുടെ തീര സംവിധാനങ്ങൾ എടുക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ കേസ് എടുക്കണമായിരുന്നു എന്നുള്ളൊരു ആരോപണമാണ് പല കോണുകളിൽ നിന്ന് നേരത്തെ മുതൽ തന്നെ ഉയരുന്നത്. അപ്പോൾ MSC കമ്പനിയുടെ കപ്പൽ അപകടത്തിൽപ്പെടുമ്പോൾ അതിൽ കേസെടുക്കാത്തത് അദാനിയുടെ കീഴിലുള്ള വിഴിഞ്ഞം പോർട്ട്
അല്ലെങ്കിൽ അദാനി നിർവഹിക്കുന്ന ആ പോർട്ടിലേക്ക് വരുന്നത് MSC കപ്പലാണ്. അപ്പോൾ അദാനിയുമായി ഈ കപ്പൽ കമ്പനിക്കുള്ള സൗഹൃദം അത് പരിഗണിച്ചുകൊണ്ടാണ് നിയമ നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ പോകാത്തത് എന്നുള്ളൊരു വിമർശനവും നേരത്തെ ഉയർന്നിരുന്നു. ഏതായാലും ഇപ്പോൾ നിയമ നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുകയാണ്. ഇനി ഇതിന്റെ സങ്കീർണമായ നിയമവശങ്ങൾ സംബന്ധിച്ച് ഇനി വ്യാഖ്യാനിക്കപ്പെടേണ്ടതുണ്ട് കൂടുതൽ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇത് കോടതിയിലേക്ക് വരുന്ന ഘട്ടത്തിൽ. മാത്രമല്ല പ്രധാനമായും ആദ്യം തന്നെ ഇതിന്റെ ജൂറിസ്ഡിക്ഷൻ സംബന്ധിച്ചുള്ള തർക്കമാകും കോടതിയിൽ ഉയരുക എന്നുള്ള കാര്യം ഉറപ്പാണ്. ദിവിഷ്, ഇത് എത്ര ഒരുപക്ഷെ ഏറെ കാലങ്ങളോളം നീണ്ടു നിൽക്കുന്ന നിയമ നടപടികളായിരിക്കും. ഇപ്പോൾ മറ്റൊരു അപകടം കൂടി സംഭവിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടെയാകാം ഇനി ഈ സംഭവത്തെയും സംസ്ഥാന സർക്കാർ കാണുക. ഇപ്പോൾ കോസ്റ്റൽ പോലീസ് ഇങ്ങനെ ഒരു കേസ് എടുത്തു, ഇതിന്റെ തുടർ നടപടികളിലേക്ക് കോസ്റ്റൽ പോലീസിന് എങ്ങനെയാണ് കടക്കാൻ കഴിയുക? ഇപ്പോൾ MSC കമ്പനിയുടെ ചെയർമാനൊക്കെയാണ് പ്രധാന പ്രതി. അതിന് നമ്മുടെ ഒരു റീച്ച് എവിടം വരെയുണ്ട് കോസ്റ്റൽ പോലീസ് ഈ കേസ് എടുക്കുമ്പോൾ? ദിവിഷ്, ഈ FIR-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ, വിശദാംശങ്ങൾ അത് അന്വേഷിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായി പോലീസ് ചെയ്യേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഉദാസീനമായി കപ്പൽ ഓടിച്ച് അപകടമുണ്ടാക്കി എന്നുള്ളതാണ്. മാത്രമല്ല അപകടകരമായ വസ്തുക്കൾ ഈ കപ്പലിൽ ഉണ്ട് എന്നുള്ള ബോധ്യവും ജീവനക്കാർക്ക് ഉണ്ടായിരുന്നു എന്ന് FIR-ൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഉദാസീനത ഈ കപ്പൽ ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും പോലീസ് അന്വേഷിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഈ കപ്പലിൽ ശരിയായ രീതിയിലാണോ കണ്ടെയ്നറുകൾ പാക്ക് ചെയ്തത് എന്നടക്കം അതിൻ്റെ ശാസ്ത്രീയത അടക്കം പോലീസ് പരിശോധിക്കണം. മാത്രമല്ല ഈ അപകടം ഉണ്ടായ ശേഷം ഇതിൻ്റെ രക്ഷാപ്രവർത്തനം തേടുന്നത് സംബന്ധിച്ച് അല്ലെങ്കിൽ കപ്പൽ ഇങ്ങനൊരു അപകടത്തിൽ പെടുന്നു എന്ന് മുന്നറിവുണ്ടായിട്ടും അത് അറിയിക്കുന്നതിൽ അതിൻ്റെ ആഘാതം കുറയ്ക്കുന്നതിൽ ഏതെങ്കിലും തരത്തിൽ ജീവനക്കാർക്ക് വീഴ്ച വന്നോ എന്നൊക്കെയുള്ള വിശദമായ അന്വേഷണത്തിലേക്ക് കോസ്റ്റൽ പോലീസിന് കടക്കേണ്ടതുണ്ട്. അതിനൊക്കെ ഇനി എത്ര നാൾ എടുക്കും എന്നുള്ള കാര്യമാണ് ഇതിൽ ചോദ്യമായി ഉയരുന്നത്. പക്ഷേ അപ്പോഴും ഇതിനകത്ത് ഗുണപരമായ ഒരു വശം, നമ്മളുടെ തീരത്തൊരു അപകടമുണ്ടാക്കി അതിൽ ദീർഘകാലം നിലനിൽക്കാവുന്ന പ്രത്യാഘാതങ്ങൾക്ക് വഴിയൊരുക്കാവുന്ന കണ്ടെയ്നറുകൾ ആ കടലിൽ നിന്ന് നമ്മുടെ തീരത്തേക്ക് വരുന്നുണ്ട്, അതിപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തുടർ പ്രക്രിയയിൽ നിന്ന് കപ്പൽ കമ്പനിക്ക് കൈ കഴുകാൻ പറ്റാത്ത രീതിയിൽ, കൈയൊഴിഞ്ഞു പോകാൻ പറ്റാത്ത രീതിയിൽ നിയമപരമായി നമ്മൾ ആ കമ്പനിയെ നമ്മളുടെ സംവിധാനത്തിൽ ബന്ധിപ്പിച്ചു എന്നുള്ളത് ഒരു ആശ്വാസമാണ്. അത് വൈകിയാണെങ്കിലും അത്തരമൊരു നടപടി ഉണ്ടായി എന്നുള്ളത് മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിന്നടക്കം ആശ്വാസകരമായി പറയുന്നുണ്ട്. ശരിയാണ്. ഇപ്പോൾ വെടിവെപ്പിൽ മത്സ്യബന്ധന തൊഴിലാളികൾ കൊല്ലപ്പെട്ടതിൽ അത് അന്ന് കേസെടുത്തത് കൊണ്ടാണ് ആ നിലയ്ക്ക് ഒരു നഷ്ടപരിഹാരമൊക്കെ നേടിയെടുക്കുന്നതിലേക്കൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോയത്. അപ്പോൾ ആ നിലയ്ക്ക് ഉപകരിക്കപ്പെടാൻ അല്ലെങ്കിൽ ഭാവിയിലേക്കുള്ള ഒരു കാര്യങ്ങൾ കുറച്ചുകൂടി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ഈ കേസെടുത്ത് ഉപകരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല.